ഹലോ ഫ്രണ്ട്സ്, ജുബീസ് ഫൺ ആൻഡ് ഫേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചു, പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ പൊന്നുരുന്നിപ്പള്ളി, അതായത് പള്ളിപ്പടി, തമ്മനത്തുള്ള പള്ളിപ്പടിയിൽ വന്നു. ഇക്കാക്ക മോനായിട്ട് പള്ളിയിലൊക്കെ കയറി. ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. പക്ഷേ ഒന്നും നല്ല രീതിയിൽ നടന്നില്ല. കറക്റ്റ് ദിവസം പണിമുടക്കായതുകൊണ്ട് ഒരു സ്ഥലവും ഒരു കടയും ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പണി കിട്ടി. അപ്പോൾ വീട്ടിൽ ചെയ്യാൻ കുറച്ച് സർപ്രൈസൊക്കെ അവനക്ക് ഒരുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും പറ്റിയില്ല. ഞങ്ങൾ അവനിക്കൊരു വാച്ച് വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് കുറേ കട കയറി ഇറങ്ങി. പക്ഷേ കയറിയ കടയിലൊന്നും ഉണ്ടായില്ല. ഉള്ള കടയിലൊട്ടും കട തുറന്നിട്ടും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഇവനിക്ക് ഈ ബീച്ചിലും ഒക്കെ പോണത് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിലിറങ്ങണതും ബീച്ചിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ഈ പോണ വഴി മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി. കൊച്ചിന് വെള്ളം കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് പള്ളിക്കര പെരിങ്ങാലയിലാണ്, നമ്മുടെ വണ്ടർലയുടെയൊക്കെ അടുത്ത്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ താമസിച്ചത് ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എപ്പോഴും ഞങ്ങൾ രാത്രി ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും, എൻ്റെ ഇക്കാക്ക, ഞാൻ, അനിയൻ, ഇച്ചു, ഉമ്മയായിട്ട്, അന്ന് അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും രാത്രി ഡെയിലി നടക്കാൻ പറ്റുന്നൊരു പ്ലേസാണ്. അപ്പോൾ കുറേ നാളായി ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട്, കൊറോണ ആയതുകൊണ്ട് വരാറൊന്നുമില്ല. ജസ്റ്റ് കുറച്ചൊരു 5 മിനിറ്റ് അതിൽ കൂടുതൽ ഞങ്ങൾ അവിടെ നിന്നില്ല. ജസ്റ്റ് ഇച്ചുവിന് 2 ഫോട്ടോസ് എടുത്തു. എന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് അവിടെ നിന്ന് പോന്നു. ജസ്റ്റ് ഒരു പ്ലാനിങ്ങിൽ, അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ള പ്ലാനിങ്ങിലൊന്നും അല്ല ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത്. ഒന്ന് ജസ്റ്റ് അവനായിട്ടൊന്ന് കറങ്ങാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞങ്ങൾ അവിടത്തേക്ക് ഇത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ അൽസാജ് ഇവരുടെ അൽസാജ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അത് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്, എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് ഇടാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഇച്ചുവിന് അവൻ്റെ മാമ, അതായത് എൻ്റെ അനിയൻ അവന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. സൈക്കിൾ ചെറുതുണ്ട്, അത് 1 വയസ്സിൽ ഉമ്മ വാങ്ങിച്ചു കൊടുത്ത സൈക്കിളാണ്. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് ചവിട്ടാൻ പറ്റണില്ല. ചവിട്ടി പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഭയങ്കര മടിയനാണ് ചവിട്ടാൻ. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവനിക്ക് ഡെക്കാത്തലോണിൽ നിന്ന് ഒരു നല്ലൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ അതിനാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ ഇതേ ഡെക്കാത്തലോൺ എത്താറായിട്ടുണ്ട്. അപ്പോൾ അതേ ഡെക്കാത്തലോൺ ഷോപ്പ് എത്തി. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ചെറിയൊരു വീഡിയോ ഒക്കെ പിടിക്കാമെന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് ഞാൻ പോയത്. പക്ഷേ പണി പാളിപ്പോയി. ഒരുപാട് സ്പോർട്സ് ഐറ്റം അല്ല, പലവർക്കും നമ്മുടെ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റുകളിലല്ല പലവർക്കും അറിയാൻ പറ്റും ഡെക്കാത്തലോൺ എന്താ സംഭവം എന്നൊക്കെ ഉള്ളത്. സ്പോർട്സ് റിലേറ്റഡ് ഐറ്റംസാണ് അവിടെ ഉള്ളത്. ഷൂസ്, ജേഴ്സി, അങ്ങനെയുള്ള സ്പോർട്ട് റിലേറ്റഡ് ഐറ്റംസ്, ഷട്ടിൽ ബാറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ നല്ല ഐറ്റമാണ്. സൈക്കിൾ നല്ല അടിപൊളിയാണ്. അവൻ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയത്. അപ്പോൾ അവനിക്ക് വർക്കുള്ളതുകൊണ്ട് അവനെ വന്ന് വാങ്ങിച്ച് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇതാണ് ഇച്ചുവിന് ഇഷ്ടപ്പെട്ടെടുത്ത സൈക്കിൾ. ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോയപ്പോൾ എന്നെയും മോനെയും കയറ്റിയില്ല. അവർ പറഞ്ഞു കൊച്ചുങ്ങളുണ്ടെങ്കിൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ കയറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ മോനും പുറത്ത് നിൽക്കണമായിരുന്നു. അപ്പോൾ ഇക്കാക്കും എനിക്കും അനിയനിക്കും ഇഷ്ടപ്പെട്ടെടുത്ത സൈക്കിളാണത്. പിന്നെ അവന് ഇട്ടേക്കുന്നത് ഇക്കാക്ക അവനിക്ക് എടുത്തു കൊടുത്ത ഷർട്ടാണ്, ടീഷർട്ടും ജീൻസുമാണ്. ഹാപ്പിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. മാഷാ അല്ലാഹ് നല്ലൊരു സൈക്കിൾ തന്നെ കിട്ടിയിട്ടാണ്. അവനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതിൽ സംഭവങ്ങൾ നമ്മുടെ സൈഡ് വീലൊന്നും ഇല്ല. അപ്പോൾ സെപ്പറേറ്റ് അത് വെക്കണം. അപ്പോൾ ഇവിടെ അതിൻ്റെ പാർട്സ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവുകയാണ്. ഇനി എൻ്റെ മോനിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി വന്നിട്ടാണ് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയത്. ചെറിയ മിക്കി മൗസ് കേക്കാണ്. ഞാൻ ഇതിന് മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ കാണുക. പിന്നെ അവൻ പറഞ്ഞ 2 കേക്കുകളാണ്, മിക്കി മൗസും ഫുട്ബോൾ പിച്ച് കേക്കും. അത് 2 മതി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അത്രയും ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നമ്മുടെ ബർത്ത്ഡേയുടെ തലേന്നൊക്കെ ഇതൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കതിന് പറ്റിയില്ല. എല്ലാം വളരെ നല്ല രീതിയിൽ പാളിപ്പോയി. അപ്പോൾ അതൊക്കെ ജസ്റ്റ് പെട്ടെന്നൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് ഞാൻ പുറത്തൊരു ഷോപ്പിൽ കൊടുത്ത് ചെയ്യിച്ചതാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാൻ സ്റ്റാർട്ട് ചെയ്തു.
രണ്ട് പേർക്കും കേക്ക് മുറിക്കണം ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കേക്ക് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ മോനിക്ക് കേക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ കേക്ക് ജസ്റ്റ് ആർക്കിടെ ബർത്ത്ഡേ വന്നാൽ ആ കത്തിയും കൂടെ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഫുട്ബോൾ കേക്ക്, മിക്കി മൗസ് കേക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുട്ബോൾ കേക്ക് കഴിക്കൊന്നുമില്ല. അവൻ പ്രധാനമായിട്ടും അത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഫോണ്ടൻറ്റിൻ്റെ ഫുട്ബോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ എന്നോട് ഫുട്ബോൾ കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഇട്ടേക്കുന്നത് എൻ്റെ എൻ്റെ വാപ്പിയുടെ ഉമ്മ കൊടുത്ത കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ എല്ലാവരും നമ്മൾ പേര് എഴുതാനൊക്കെ എടുക്കുമ്പോൾ ആ ടൈമിൽ ഫോണിൽ തരാൻ വേണ്ടി പുറകെ നടക്കലാണ്. പക്ഷേ അധികം മുറിക്കാൻ വേണ്ടിയാണ് അവൾ. രണ്ടുപേർക്കും കേക്ക് കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോനിക്ക് കേക്കിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ നമുക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങളും എൻ്റെ ഇക്കാക്ക, ഉമ്മ, അനിയൻ, അനിയത്തി, ഞാൻ, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മിച്ചി, വാപ്പിച്ചി, അനിയൻ, എൻ്റെ വല്ലുമ്മ, വല്ലാപ്പ, ഇത്രയും പേരാണ് ഉണ്ടായുള്ളൂ. വേറെ ആരും ഞങ്ങൾ വിളിച്ചില്ല. 4th ബർത്ത്ഡേ അല്ല, അതുകൊണ്ട് ഫസ്റ്റത്തെ ബർത്ത്ഡേ ആരെയും അങ്ങനെ വിളിച്ചധികം തിന്നൂല. എല്ലാവരും പറഞ്ഞത് തന്നെ ആ മുകളിലിരിക്കുന്ന ഫുട്ബോൾ ഫൗണ്ടൻ ഫുട്ബോളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കേക്കിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതാണ് അവനിക്ക് എൻ്റെ ഇക്കാക്ക അവൻ്റെ വാപ്പി കൊടുത്ത ഡ്രസ്സ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് ഞാൻ കൊടുത്തൊരു ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റാണ്. ചെറിയൊരു ആൽബമാണ്, അവൻ്റെ ഫോട്ടോസൊക്കെ വെച്ചുള്ള ചെറിയൊരു ആൽബമാണ്. ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ്. ഒരു ഊഞ്ഞാൽ, ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാലാടുന്നത്. അപ്പോൾ ഇത് അവൻ്റെ ഉമ്മയുടെ ഗിഫ്റ്റ്. ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാപ്പിയുടെ ഉമ്മ എടുത്തു കൊടുത്തതാണ്. ഇതെൻ്റെ ബ്രോയുടെ ഗിഫ്റ്റാണ്. ഇതെൻ്റെ ഉമ്മ കൊടുത്തതാണ്. കുറേ കട കയറി ഇറങ്ങിയിട്ടൊന്നും കിട്ടിയില്ല. സ്പൈഡർമാൻ്റെ വാച്ച് തന്നെ വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. ഇത് ഞങ്ങളുടെ നീതമോള് കൊടുത്താണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉമ്മടക്കാക്കാട് ഉമ്മയുടെ ഡ്രസ്സാണിത്. ഇത് അവൻ്റെ ഇച്ചാപ്പയും നിന്നും കൊടുത്ത ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോയി ഞാൻ ബിരിയാണിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പുറത്തോട്ട് കൊണ്ടൊന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങി ബീഫ് കറി വീട്ടിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. ഞാൻ നല്ല രീതിയിൽ നടത്തണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.